എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ എത്തുന്നത്. അതിനു മുന്നേ പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ ചാനലിൻ്റെ പേര് ട്യൂൺ വിത്ത് ട്രെൻഡ്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും ട്യൂൺ വിത്ത് ട്രെൻഡ്സ് സെർച്ച് ചെയ്യുക. പുതിയൊരു തുടക്കം എന്ന നിലയിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വീഡിയോ മലയാളം മിഷൻ, അതായത് കേരള സർക്കാരിൻ്റെ ഔട്ട് ഓഫ് കേരളയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മലയാളം പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പം അതിലെ ഒരു മലയാളം മിഷൻ ടീച്ചർ കൂടിയാണ് ഞാൻ. അപ്പോൾ വർഷങ്ങളായിട്ട് ടീച്ചേഴ്സിന് എല്ലാവർക്കും നല്ല ഒരു കോച്ചിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് അറ്റൻഡ് ചെയ്തത്. അപ്പം ആ ട്രെയിനിങ് കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു വിഷ്വലാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ വർഷം ട്രെയിനിങ്ങിനായി നാട്ടിൽ നിന്ന് എത്തിയത് ശ്രീ ജേക്കബ് എബ്രഹാം സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ നല്ലൊരു എഴുത്തുകാരനും മലയാളം മിഷൻ റേഡിയോ മലയാളം പ്രോജക്റ്റ് ഹെഡുമാണ്. നമുക്കിനി ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടാലോ. ഹേമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് നടന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരുന്നു ട്രെയിനിങ് ടൈം. ശ്രീ ജേക്കബ് എബ്രഹാം സാറാണ് ഇത്തവണ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനായി നാട്ടിൽ നിന്നെത്തിയത്. തുടർച്ചയായി എല്ലാ വർഷവും ടീച്ചേഴ്സിനായുള്ള ട്രെയിനിങ് മലയാളം മിഷൻ നൽകി വരുന്നു. എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ഇൻവോൾവ് ആയിക്കൊണ്ട് ഒട്ടും ബോറടിക്കാതെയായിരുന്നു സാറിൻ്റെ ക്ലാസ്. എല്ലാവർക്കും വളരെ അഭിപ്രായമായിരുന്നു ക്ലാസ് തീർന്നപ്പോഴേക്കും. ക്ലാസ്സിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കഥകൾ എഴുതാത്ത അധ്യാപകർ കഥകൾ എഴുതിയപ്പോഴും കവിതകൾ എഴുതാത്ത അധ്യാപകർ കവിതകൾ എഴുതിയപ്പോഴും ഞങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ ഒരു ക്ലാസ്സിൻ്റെ പവറാണത്. ഇനി നമുക്ക് ശ്രീ ജേക്കബ് എബ്രഹാം സാറിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ആദ്യമായിട്ടാണ് മധ്യപ്രദേശിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമി എന്നാണ് മധ്യപ്രദേശ് അറിയപ്പെടുന്നത്. ഭോപ്പാലിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ മലയാള മിഷൻ പ്രവർത്തനങ്ങളെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. പലരും ഇവിടെയുള്ള ഭോപ്പാലിലെ ഭാഷാ പ്രവർത്തകർ അവിടെ ക്യാമ്പിലൊക്കെ കാണാൻ. തടാകങ്ങളുടെ നാട് എന്ന് പറയുന്ന ഭോപ്പാലില് ഞാൻ വന്ന ദിവസം സാഞ്ചി കാണാം. സാഞ്ചി എന്ന് പറയുന്നത് എന്റെ ഹൃദയം കവർന്നു എന്ന് തന്നെ പറയും. കാരണം അവിടുന്ന് ഒരിക്കലും വിട്ടുപോരാൻ തോന്നാത്ത വിധം മനോഹരമായി നമ്മൾ ഈ ടൈംലെസ് ടൈം എന്ന് കാലാതീതമായ കാലം എന്ന് നമ്മളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഏതോ കാലത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ നമ്മൾ ഉണ്ടായിരുന്ന കാലത്ത് തോന്നി. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളൊക്കെ തോന്നാം, ഹംപി കാണുമ്പോൾ നമുക്ക് തോന്നി നമ്മൾ ഏതോ പഴയ കാലങ്ങളിൽ അന്ന് നമ്മൾ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് ഇതെല്ലാം അത് നിർമ്മിച്ച സമയത്ത് നമ്മൾ ഉണ്ടാകാൻ പോകുന്ന പോലെ സാഞ്ചി കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഏതോ കാലത്ത് നമ്മൾ അവിടെ വന്നെത്തിച്ചേർന്നതും ആ കാഴ്ച കാണുന്ന സ്നേഹാനിയായ മനോഹരമായ ദൃശ്യമാണ് സാഞ്ചി. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നാണ്. പ്രത്യേകിച്ചും പിന്നെ ഭോപ്പാൽ വളരെ ശാന്തസുന്ദരമായ നഗരമാണ്. ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല മരങ്ങൾ നിറഞ്ഞ നല്ല പാതകളാണ്, തടാകങ്ങളാണ്, അതിന്റെ ശാന്തസുന്ദരമായ പാതകളാണ്. മനുഷ്യർ പൊതുവെ ശാന്തശീലരും സമാധാനകാംക്ഷികളുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കാഴ്ചയിലെ എനിക്ക് ആദ്യം തോന്നിയത് ഇതൊരു വളരെ വൃത്തിയുള്ള, അത്യാവശ്യം മറ്റൊരു നഗരങ്ങളിൽ വ്യത്യാസമായിട്ട് നല്ല വൃത്തിയുള്ളൊരു നഗരം കൂടിയാണ്. ഈ തടാകങ്ങളുടെ ഈ കരയും അതിന്റെ ഭംഗിയും ഒക്കെ ഈ നഗരത്തെ മനോഹരമാക്കുകയാണ്. തീർച്ചയായിട്ടും സാറ് ഇപ്പോ മെയിനായിട്ട് ഇവിടെ വന്നിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഈ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും തീർച്ചയായിട്ടാണ്. അപ്പം ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയാണ് സാറിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയോ അതോ എന്തായിരുന്നു അതിന്റെ? ശരിക്കും പറഞ്ഞാല് മലയാള മിഷന്റെ കേന്ദ്ര ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ അധ്യാപക പരിശീലനത്തോടൊപ്പം പങ്കെടുക്കുക എന്നുള്ളത്, അതിൽ നേതൃത്വം കൊടുക്കുക എന്നുള്ളതൂടെ തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. അതിനെ വളരെ മികച്ച രീതിയിലുള്ള പ്രതികരിക്കുന്നുണ്ടായി. നമ്മൾ ഗ്രൂപ്പ് ലീഡിനെ പല മത്സരങ്ങൾ ചെയ്തു. പഴയ ഗാനങ്ങളിലൂടെ ഭാഷയും താളവും പദങ്ങളും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തി, പദവാക്യങ്ങൾ പരിചയപ്പെടുത്തി. വളരെ മികച്ച രീതിയിലുള്ള അധ്യാപകരാണ് ഇപ്പോൾ ഉള്ളത്. മലയാള മിഷന് ഒരു നല്ല മികച്ച ഒരു ടീമാണ് ഭോപ്പാലിലും മധ്യപ്രദേശിന്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നത്. മലയാള ഭാഷയുടെ പുരോഗതിക്കും വളരെയേറെ
പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വഴിയടയാളമാണ് ഇവിടുത്തെ അധ്യാപക സമൂഹം എന്നാണ് താങ്ക് യു സാർ. അപ്പൊ സാറിനെ കാണാനും സാറിന്റെ ക്ലാസ് കേൾക്കാനും സാധിച്ചത് ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. വീണ്ടും ഇതുപോലെ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വരണം. തീർച്ചയായും ഒരു മികച്ച ഗായിക കൂടിയായ ലക്ഷ്മി ടീച്ചർ പറയുമ്പോൾ എനിക്കും അതിലൊത്തിരി സന്തോഷമുണ്ട്. താങ്കളുടെ ക്ലാസ് മുറിയിലെ ഇന്നത്തെ ഇടപെടൽ പാട്ടുകളും ഒക്കെ തന്നെ എനിക്കും വളരെ ഹൃദ്യമായ അനുഭവമാണ്. ഇതൊരു പാരസ്പര്യം, ഒരാളും ഒറ്റയ്ക്ക് ഒന്നുമല്ല. നമ്മൾ ഒരു വ്യക്തി ഒരിക്കലും നമ്മൾ പരസ്പരം പകരുന്നതാണ് വിദ്യാഭ്യാസമായാലും അറിവായാലും നമ്മുടെ സൗഹൃദമായാലും പരസ്പരം പകരുമ്പോഴാണ് അതിന്റെ തീവ്രത വർദ്ധിക്കുന്നത്. അത് വേറൊന്നായി മാറും. നമ്മളിപ്പം ഇമ്മിണി വലിയ ഒന്ന് എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോ ചർച്ച ചെയ്ത ബഷീറിന്റെ പാഠഭാഗം നമ്മുടെ ഒരു ആശയവും മറ്റൊരാളുടെ ഒരു ആശയം കൂടി ചേരുമ്പോഴാണ് ഒരു വലിയൊരു ആശയമായിട്ട് രൂപപ്പെടുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സാർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും വേണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി.